എവരിവൺ. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഈ ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ ആണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ആദിൽ സയാനാണ്. കേരള റാങ്ക് 3 JEE അഡ്വാൻസ്ഡ് എക്സാമിലും 426 ഓൾ ഇന്ത്യ റാങ്കും നേടിയിട്ടുള്ള ആദിൽ സയാനാണ് നമ്മോടൊപ്പം ഉള്ളത്. സോ ഈ 2 എക്സാംസ് മാത്രമല്ല, ആളുടെ കയ്യിൽ ഒരു പിടി വിജയങ്ങളാണ് കയ്യിലുള്ളത്. സോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാം. ഹായ് ആദിൽ. ഹായ്. എന്താണ് ഈ ഒരു ജേർണിനെ കുറിച്ച് മോന് പറയാനുള്ള? ഫൈനലായിട്ട് നമ്മളെല്ലാവരും ഡ്രീം ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ഷെയർ. വളരെയധികം സന്തോഷമുണ്ട് ബ്രില്യൻറ്റിൽ എത്തിച്ചേർന്നതിന്. കാരണം അതിലൂടെ മാത്രമാണ് എനിക്ക് വിജയം കിട്ടാൻ സാധിച്ചത്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം കഷ്ടപ്പെട്ടതിന് നല്ലൊരു ഉത്തരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ഇപ്പോൾ IIT ബോംബെയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിലാണ് ജോയിൻ ചെയ്തത്. അപ്പം അതിൽ ഞാൻ ആഗ്രഹിച്ച കോഴ്സ് തന്നെ എടുക്കാൻ പറ്റിയതിൽ സന്തോഷം. JEE അഡ്വാൻസ്ഡ് അല്ലാതെ തന്നെ കുറേ അധികം എക്സാംസ് ക്വാളിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ IIT ബോംബെയിലാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു IIT ബോംബെയിൽ ഡ്രീം കോഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ മോനെ ഏതൊക്കെ കോഴ്സസ് ആണ് ഈ ഒരു ജേർണിയിൽ ക്വാളിഫൈ ചെയ്തത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അതുപോലെ ടോപ്പ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുസാറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 ആണ്. അതുപോലെ ഏതൊക്കെ എക്സാംസ് ആണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യും. കീമിൽ 100% കിട്ടിയിട്ടുണ്ട്. പിന്നെ JEE മെയിൻസിൽ ഓൾ ഇന്ത്യ 736, JEE അഡ്വാൻസിൽ ഓൾ ഇന്ത്യ 426 കിട്ടി. പിന്നെ കുസാറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൽ കയറാൻ സാധിച്ചു. സോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു മൊമെന്റിൽ എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം +1 +2 കഴിഞ്ഞ് എങ്ങനെയായിരുന്നു കോഴ്സ്? മോൻ ഇവിടെ ഏത് കോഴ്സാണ് ജോയിൻ ചെയ്തിരുന്നത്? അതുപോലെ ആ കോഴ്സ് ത്രൂ ഔട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ +1 +2 അതുപോലെ സ്കൂൾ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നത് എന്നൊന്ന് ഷെയർ ചെയ്യാം. +1 +2 ഞാൻ പാലാ ചാവറ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. അതിൻ്റെയോടൊപ്പം തന്നെ +1 +2 ഇൻ്റഗ്രേറ്റഡ് IIT പ്രോഗ്രാമിലാണ് ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തത്. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റി. അതോടൊപ്പം എൻജിനീയറിംഗിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് കിട്ടേണ്ട കോഴ്സ് കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടി പഠിച്ച് കിട്ടാൻ സാധിച്ചു. ഓക്കെ. സോ ഈ ഡ്രീം കോഴ്സ് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിരുന്നോ? എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ഉണ്ടായിരുന്നോ? അത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിലേക്ക് ചേരാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതോട് എഞ്ചിനീയറിംഗ് ഫിസിക്സിലൂടെ അത് സാധിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കും. ഓക്കെ. സോ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, അതിൻ്റെ ഒരു ഹ്യൂജ് ഫാമിലി നമ്മോടൊപ്പം ഉണ്ട്. ഗ്രേറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ സർ. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഉസ്മാൻ, അതിൻ്റെ ഫാദറാണ്. കാലിക്കറ്റാണ് നമ്മുടെ സ്ഥലം. മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2 വർഷം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു നിലയിലെത്താൻ അവന് ഈ ഒരു റിസൾട്ട് നേടാൻ സാധിച്ചത്. അതിൽ ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. അവരുടെ ഒരു സപ്പോർട്ടും ആ ഒരു പ്രോപ്പർ ചാനലിലൂടെയുള്ള ഒരു ടീച്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ചാനൽ കാണിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് അവന് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. എല്ലാത്തിനും ഉപരി സർവേശ്വരൻ്റെ ഒരു അനുഗ്രഹം ഇതാണ് മോൻ്റെ വിജയത്തിനായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാന ഘടകങ്ങളൊക്കെ. അതിൻ്റെ മദർ സീന, ഞാനും ഡെൻറ്റിസ്റ്റാണ്. മോൻ്റെ ആഗ്രഹം പോലെ തന്നെ ബോംബെയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അതിന് പ്രത്യേകമായി ബ്രില്യൻറ്റിനോട് നന്ദി പറയുന്നു. അതുപോലെ അവൻ്റെ സാറായ രാജേഷ് സാറ്, കോർഡിനേറ്റർ ശ്രീനാഥ് സാറ്, അവരാണ് അത്രയും നല്ല എഫേർട്ട് എടുത്ത് അവനെ പഠിപ്പിച്ചത്. അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ആദിലിൻ്റെ സിസ്റ്ററാണ്. ഞാനിപ്പോൾ BDS പഠിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ്. അനിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അവനെ കുറിച്ച് പിന്നെ നോക്കാനൊന്നുമില്ല. അവൻ പണ്ട് തൊട്ടേ അത് പിന്നെ എല്ലാം വൃത്തിക്ക് സെറ്റാക്കുന്ന ആളായിരുന്നു. അപ്പോൾ പിന്നെ ഇത് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അവൻ അതിനുവേണ്ടി നല്ലോണം ഇടങ്ങാറായിട്ടുണ്ട്, നല്ല കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ വക നല്ല ഹാർഡ് വർക്ക്, ഓൻ നല്ല ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ബ്രില്യൻറ്റ് നല്ല സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഞാൻ സഭ സിസ്റ്ററാണ്. കാക്കൊക്കെ കിട്ടും എന്നൊക്കെ ഉറപ്പ് തന്നെയായിരുന്നു. നല്ലോണം ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 8th ബ്രില്യൻറ്റിൽ പഠിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്. ഞാൻ ആദിലിൻ്റെ ഗ്രാൻഡ് മദറാണ്. ഞാൻ റിട്ടയേർഡ് അച്ഛമായിരുന്നു. മോൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ആദ്യമായി ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ അവൻ്റെ ഹാർഡ് വർക്കും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടും പേരൻസിൻ്റെ എല്ലാവിധമുള്ള സഹായങ്ങളും എല്ലാം അവന് ഈ വിജയത്തിലേക്ക് അവനെ എത്തിച്ചു. അതുകൊണ്ട് ദൈവത്തിന് വീണ്ടും വീണ്ടും സ്തുതി.
അൽഹംദുലില്ലാ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവന് നല്ല ഡെഡിക്കേറ്റഡുമാണ്, വളരെ പിന്നെ ഡിറ്റർമിൻഡുമാണ്. അപ്പോൾ അവൻ്റെ ആ ഡിറ്റർമിനേഷനുള്ള ഒരു സക്സസ് സ്റ്റോറിയാണ് അവൻ്റെ ഈ വിജയം. ബ്രില്യൻറ്റിന് നന്ദിയുണ്ട്. ഓക്കെ. സോ ഇനി എന്ത് വേണം അല്ലേ? ഒരു ഫുൾ സപ്പോർട്ടുള്ള ഒരു ഫാമിലിയും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു ഡ്രീമിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മൊമെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് എത്തിയത്? ഇപ്പോൾ ദേ അനിയത്തിക്കുട്ടി ബ്രില്യൻറ്റിലാണെന്ന് പറഞ്ഞു, അതുപോലെ ചേച്ചി BDS കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫാമിലി ഫുൾ ഒരു ബാക്കപ്പ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് ഈ ഒരു ജേണിയിലേക്ക് എത്തിപ്പെട്ടതെന്നൊന്ന് പറയാമോ? 7th 8th ഞാൻ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 10th ആയപ്പോൾ ഉമ്മയാണ് എന്നെ ബ്രില്യൻറ്റ് ചേർത്തിയത്. അപ്പോൾ 10th ഫൗണ്ടേഷൻ ബ്രില്യൻറ്റിൽ ഓഫ്ലൈൻ ബാച്ചിലുണ്ടായിരുന്നു കോഴിക്കോട് സെൻറ്ററിൽ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ +1ലേക്കും +2 ബ്രില്യൻറ്റിലേ ചേരുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം ബ്രില്യൻറ്റിൽ തന്നെയാണ്. ഇപ്പം കേരളത്തിൻ്റെ മികച്ച എല്ലാ റിസൾട്ടും ബ്രില്യൻറ്റ് തന്നെയാണ്. അപ്പോൾ ഷുവർലി ബ്രില്യൻറ്റ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പം പിന്നെ അവിടെ പഠിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തത് ബ്രില്യൻറ്റിൽ തന്നെ ചേരാനാണ്. അപ്പോൾ അങ്ങനെ ചേർന്നു. സോ ഈ ഒരു വിജയം കരസ്ഥമാക്കി നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ കുറേ അധികം ഇനി വീണ്ടും +2 കഴിഞ്ഞ് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുറേ അനുജന്മാരും അനുജത്തിമാരും ഉണ്ടാവും. സോ അവരോടായിട്ട് എന്താണ് ഒരു പീസ് ഓഫ് അഡ്വൈസ്? അതുപോലെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് പഠിച്ചത്, അതിലെങ്ങനെയാണ് അതൊക്കെ കവർ ചെയ്ത് വന്നത് എന്നുള്ള ഒരു ചെറിയൊരു അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു നിലയിലെത്തുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. അപ്പം അങ്ങനെ ആ ഒരു ഇതിലെത്തുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും. അപ്പം ഒരു 2 കൊല്ലത്തെ ഒരു പ്രയത്നം മതി നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി. അപ്പം അങ്ങനെ ഇപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്, പിന്നെ നമ്മളെ ബെസ്റ്റ് എഫേർട്ട് നമ്മൾ ഇട്ടാൽ തന്നെ നമുക്ക് വേണ്ട കോഴ്സുകളും വേണ്ട റിസൾട്ടും എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. സോ കാലിക്കറ്റിൽ നിന്ന് ചാവറ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതായത് ഫാമിലിയൊക്കെ കാലിക്കറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറി നിന്ന് ഇവിടെ വന്ന് പഠിക്കുമ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? പഠനത്തിൽ അത് ബാധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ബ്രില്യൻറ്റിൽ നിങ്ങൾക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സോ എങ്ങനെയുണ്ടായിരുന്നു അവിടെ നിന്ന് മാറി നിന്നിട്ടുള്ള ഈ ഒരു സ്റ്റഡി? എങ്ങനെയുണ്ടായിരുന്നു അവിടെ മാറി നിന്നുള്ള സ്റ്റഡി? വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടെ ഇപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി, കാരണം ഹോസ്റ്റലിൽ നമ്മൾ ഫുൾ ടൈം പഠിത്തം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോസ്റ്റലിലെ റെക്ടറാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും സ്കൂളത്തെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ രാജേഷ് സാറാണെങ്കിൽ, ക്ലാസ് ടീച്ചർ രാജേഷ് സാറാണെങ്കിലും ഇടയ്ക്ക് ഹോസ്റ്റലിലേക്ക് വന്ന് മീറ്റ് ചെയ്യും. ശ്രീനാഥ് സാർ, കോർഡിനേറ്റർ ശ്രീനാഥ് സാറൊക്കെ ഇടയ്ക്ക് ഹോസ്റ്റലിലേക്ക് വന്ന് മീറ്റ് ചെയ്യും. അപ്പം എക്സാം ടൈം ആകുമ്പോൾ, ക്ലാസ് കഴിഞ്ഞ് എക്സാം ടൈം ആയ ഗ്യാപ്പിലൊക്കെ എല്ലാവരും വന്ന് മീറ്റ് ചെയ്യും. പിന്നെ ഫുൾ സപ്പോർട്ട് പാരൻസിൻ്റെ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ കാര്യമൊക്കെ ഇപ്പം അപ്ലൈ ചെയ്യലും എല്ലാം ചെയ്യൽ താത്തൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, സ്നേഹ, ഗൗതം. അവർ 2 ആൾക്കാർ എപ്പോഴും എല്ലാം ചെയ്യും. പിന്നെ ഓസ്ട്രേലിയയിലുള്ള ഒരു ആൻറ്റി ഉണ്ട്, സെമീന പേര്, സെമിതാത്തയും. പിന്നെ അവരുടെ ഹസ്ബൻഡ് ഷബീദ് കാക്കെ. അവർ 2 ആൾക്കാർ നല്ല മോട്ടിവേറ്റ് ചെയ്യും. അപ്പം എല്ലാവരും സപ്പോർട്ടും അവിടെ നിന്ന് ഉണ്ടായിരുന്നു. കൂടെ ഇവിടെ നിന്ന് തന്നെ റെക്ടറിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും ക്ലാസ് ടീച്ചർമാരെയൊക്കെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. കോട്ടയത്താണെങ്കിലും ഫുൾ സപ്പോർട്ടാണ്, ചേച്ചിയുടെ ഫ്രണ്ട്സ് തൊട്ട് അല്ലേ, റിലേറ്റീവ്സ് എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വിജയം എന്ന് പറയുന്നത് എന്തായാലും ഡിസേർവ്ഡ് ആയിരുന്നു, കാരണം ഈ ഒരു ഫാമിലി ആഗ്രഹിച്ച ഒരു വിജയമാണ്. സോ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് അറിയാം നമ്മുടെ മുമ്പിൽ കുറേ അധികം അനുജത്തിമാരുണ്ട്. ഇവിടുത്തെ അനിയത്തിക്കുട്ടിയുടെ പോലെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ് വേണം, എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള കുറേ കുഞ്ഞുമക്കളുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് അതിൽ ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്, ഒന്ന് ജസ്റ്റ് പറയും. +1 +2 ഇപ്പം എന്താ പറയുക, 2 കൊല്ലത്തെ ഒരു ചെറിയ കോഴ്സാണ്. അപ്പം നമ്മൾ ആ 2 കൊല്ലം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ടാൽ തന്നെ നമുക്ക് തീർച്ചയായും കിട്ടേണ്ട റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് കോഴ്സാണ് ഇഷ്ടം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. പിന്നെ എല്ലാം കിട്ടി ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ ഉണ്ടാവും, പ്രത്യേക സന്തോഷമായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ എത്തുന്ന ഒരു പ്രത്യേക രസമാണ്. അപ്പം അങ്ങനെ ആ രസം എല്ലാവരും അനുഭവിക്കുന്നെന്ന് ആഗ്രഹിക്കും. സോ അനിയത്തിക്കുട്ടി കിട്ടില്ലേ? എന്തായാലും ഇനിയും ഈ ഫാമിലി ഗ്രൂപ്പായിട്ട് തന്നെ ചേട്ടൻ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റിൽ വീണ്ടും തിരിച്ചെത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ വീട്ടിൽ തന്നെ ഒരു അനിയനും അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഇതുപോലെ ഇങ്ങനൊരു ഡ്രീം അച്ചീവ് ചെയ്ത് ഈ ഒരു മൊമെന്റിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ അതിലിനെ പരിചയപ്പെട്ട തൊട്ട് അതിലിന്റെ കുറേ അധികം ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ബ്രില്യൻറ്റിന്റെ ഭാഗമാണ്. സോ നമ്മളൊരു ഫാമിലിയാണ്. സോ നമ്മളെപ്പോഴും ഈ ഫാമിലി പോലെ തന്നെ ബ്രില്യൻറ്റ് ഫാമിലിയും അതിലിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. സോ അതിലെ എല്ലാവിധ വിജയങ്ങളും ഉയരങ്ങളും കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.
Brilliant Study Center, India's #1 coaching center for NEET and JEE.